ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പുംപുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വട്ടയപ്പമാണ്. നമ്മൾ വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് മാവൊക്കെ ബാക്കി വരുമല്ലോ, അപ്പോൾ അതിൽ പഴമോ അല്ലെങ്കിൽ ചക്കപ്പഴത്തിൻ്റെ കാലത്ത് ചക്കപ്പഴമൊക്കെ കിട്ടുമ്പോൾ അത് അരച്ച് ചേർത്തിട്ടൊക്കെ നമുക്ക് ഇതുപോലെ വട്ടയപ്പം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഞാനിന്ന് റോബസ്റ്റ പഴം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഏത് പഴവും ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അതിലേക്ക് 1 കപ്പ് തേങ്ങ എടുക്കണം. അത് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുക. 2-3 ഏലക്ക ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. 2 കപ്പ് മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മധുരം ചേർക്കാവുന്നതാണ്. ഇനി അതിലേക്ക് 2 റോബസ്റ്റ പഴം അരിഞ്ഞിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം നല്ലതുപോലെ അരച്ചെടുക്കുക. ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അത് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇപ്പം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 2 മണിക്കൂറെങ്കിലും അതൊന്ന് ചെറുതായിട്ട് പൊന്താൻ വെക്കണം. 2 മണിക്കൂർ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ നെയ്യ് തടവി കൊടുക്കുക. പാത്രത്തിൻ്റെ അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ നെയ്യ് തടവി കൊടുക്കുന്നത്. അതിനുശേഷം മാവ് അതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഒന്ന് പരത്തി കൊടുക്കുക. ഒരു 1/4 ഭാഗം ഒഴിച്ചാൽ മതിയാവും. കാരണം ഇത് വെന്ത് വരുമ്പോൾ ഒന്നും കൂടെ പൊന്തി വരും. അപ്പോൾ 1/4 ഭാഗം മാവ് മാത്രം ഒഴിച്ചാൽ മതി. ഞാനിവിടെ അടുപ്പത്ത് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ഓട്ടയുള്ളൊരു പാത്രം വയ്ക്കുക. അതിൻ്റെ മേലെ ഈ വട്ടയപ്പ പാത്രം എടുത്ത് വയ്ക്കാം. ഒരു 20 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഞാനൊരു 10-20 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഇനി നമുക്കൊരു കത്തിയും കൊണ്ട് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ കത്തിയിലൊന്നും ആ മാവൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ ഇത് വെന്തെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. ഇത് കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വട്ടയപ്പമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ മാവൊക്കെ ബാക്കി വരുമ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ള വട്ടയപ്പമാണ്. താങ്ക് യു.